കർത്താവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഫെബ്രുവരി 27-ാം തീയതി ഇന്ന് വിശുദ്ധ ബലിമധ്യേ നമ്മൾ വായിക്കുന്ന ഒന്നാമത്തെ വായന എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളും, സുവിശേഷം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്നാമത്തെ വായനയിൽ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുകയാണ്, ദുഷ്ടൻ തൻ്റെ പാപത്തിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞ് തിരിച്ചു വന്നാൽ അവൻ ജീവിക്കുമെന്ന്, അവന് ജീവനുണ്ടാകുമെന്ന് പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് പറയുകയാണ്. കൂടെ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു, നീതിമാനായ ഒരുവൻ നീതിയിൽ വ്യാപരിക്കുകയും എന്നാൽ പിന്നീട് അവൻ മ്ലേച്ഛകരമായ കാര്യങ്ങൾ ചെയ്താൽ അവന് നാശമുണ്ടാകുമെന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. മുൻകാല ചെയ്തികളുടെ പേരിൽ ഇപ്പോൾ ചെയ്യുന്ന തിന്മയ്ക്ക് നിനക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ നീതിമാനായിരുന്നില്ലേ, ഇപ്പോഴല്ലേ പാപം ചെയ്തുള്ളൂ എന്ന് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ തെറ്റിനെ ന്യായീകരിക്കുന്നുവെങ്കിൽ ആ ന്യായീകരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ വില പോകില്ല എന്ന് ഒന്നാം വായന നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവിൻ്റെ വഴി നീതിപൂർവമല്ല എന്ന്. അപ്പോൾ നിങ്ങൾ പറയും, എപ്പോൾ നിങ്ങൾ നീതിമാനായിരുന്നു, എന്നാൽ ഇന്ന് നിങ്ങൾ മ്ലേച്ഛപരമായ കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പോൾ അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു കർത്താവിൻ്റെ വഴി നീതിപൂർവമല്ല എന്ന്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ബാഹ്യമായ നിയമനുഷ്ഠാനങ്ങളെക്കാൾ മനുഷ്യബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനാണ് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ബലിയർപ്പിക്കാനായിട്ട് പോകുന്നതിന് മുൻപ് നിന്റെ സഹോദരന് എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്നറിഞ്ഞാൽ ബലിവസ്തു നീ ദേവാലയത്തിന് പുറത്തു വെക്കാനായിട്ട് നിന്റെ ബന്ധങ്ങൾ നീ ആദ്യം ക്ലിയറാക്കുക, നിന്റെ ബന്ധങ്ങൾ നീ ശരിയാക്കുക. മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ ശരിയാക്കിക്കൊണ്ട് നീ ആരാധനയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരാനാണ് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കാണപ്പെടുന്ന സഹോദരനുമായി ശത്രുതയിലായിരുന്നു കൊണ്ട് ദൈവത്തിനടുക്കിലേക്ക് ബലിക്ക് വേണ്ടി കയറി വരുമ്പോൾ ആ ബലി സ്വീകാര്യമാകില്ല എന്ന് നമ്മളെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ബലിയർപ്പിക്കുമ്പോൾ സഹോദരനുമായിട്ട് രമ്യപ്പെടണം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് എന്ന്. ഒരു കൊലപാതകമുണ്ടാകുന്നത് വെറുപ്പിൽ നിന്നാണ്. ആദ്യം അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ ഉള്ളിൽ സഹോദരനോട് വെറുപ്പുണ്ടാകുന്നു, ദേഷ്യമുണ്ടാകുന്നു, വിദ്വേഷമുണ്ടാകുന്നു. അത് പ്രവൃത്തിയായി കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുന്നുവെന്ന് നമുക്കറിയാം. കോപിക്കാത്തവരായിട്ട് ആരുമില്ല. നമ്മളെല്ലാവരും കോപിക്കുന്നവരാണ്. ഒരുപക്ഷെ പുറത്ത് കോപിച്ചില്ല എങ്കിലും, പുറത്ത് ആ കോപം പ്രകടിപ്പിച്ചില്ല എങ്കിലും ഉള്ളിൽ കോപിക്കുന്നവരാണ്. ഉള്ളിൽ കോപിക്കുന്നവർ പോലും കൊലപാതകത്തിന് തുല്യമായ പാപം ചെയ്യുന്നുവെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോപിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയല്ലേ വായിക്കുന്നത്, കോപിച്ചുകൊള്ളുക എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്ന്. നമ്മുടെ കോപങ്ങൾ, ദേഷ്യങ്ങൾ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകരുതെന്ന സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് പറയുന്നു, കോപം വെറുപ്പ് തോന്നാത്തവരായിട്ട് ആരും ഇല്ല എന്നാണ് പറയുന്നത്. നമ്മൾ അവസാന സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നൊരു വാക്കുണ്ട്, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമെന്ന്. എന്താണ് ഈ കാരാഗ്രഹം? തിന്മയുടെ ബന്ധനമാണ്, സാത്താൻ്റെ ബന്ധനമാണ്. ഒരുവൻ്റെ ഉള്ളിൽ വിദ്വേഷമുണ്ടാകുമ്പോൾ, വെറുപ്പുണ്ടാകുമ്പോൾ, കോപമുണ്ടാകുമ്പോൾ അവൻ്റെ ഉള്ളിൽ അവനായിട്ടുണ്ടാക്കുന്ന സാത്താൻ അവൻ്റെ മേൽ ഉണ്ടാക്കുന്ന ആധിപത്യമാണ് ഈ കാരാഗ്രഹം. ഈ നൊയമ്പ് കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാനുഷികമായ കുറവുകൾ,
തിന്മയുടെ ശക്തികൾ നമ്മളെ കീഴടക്കുന്നുവെങ്കിൽ സാത്താൻ്റെ കാരാഗ്രഹത്തിൻ്റെ ഭിത്തികൾ പൊളിച്ച് നമ്മൾ പുറത്തു വരേണ്ട കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെയൊക്കെ സഹോദരങ്ങളുമായിട്ട് രമ്യതയിലായതുകൊണ്ട് ദൈവത്തിന് അർപ്പിക്കുന്ന ബലികൾ, ദൈവാരാധനകൾ ശരിയാകണമേ എന്ന്. ആരാധന ശരിയായാൽ നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങൾ ശരിയാകുമെന്ന് തിരിച്ചറിയുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.